ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളും അതിൻ്റെ എന്താണ് ആൽഗോ ട്രേഡിംഗ് എന്ന കാര്യങ്ങളും കൂടാതെ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പോർട്രേറ്റ് മോഡിലാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ സ്ക്രീൻ ചെയ്താൽ നിങ്ങൾക്ക് മൊബൈലിൽ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാം, ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഓക്കെ, നമുക്കറിയാം ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും മെഷീൻസ് അല്ലെങ്കിൽ ടെക്നോളജി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ട്രേഡിങ്ങിലേക്കും ഈ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ടുവന്നാൽ അതും ട്രേഡിങ്ങിന് വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറും. നമ്മൾ കുറേ കൂടി എളുപ്പമാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ട്രേഡിങ് ചെയ്യുന്നത് നമ്മുടെ അനാലിസിസ് ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചുള്ള സ്റ്റോക്കിൻ്റെ സ്ക്രീനിങ്, അതിനുശേഷം ഇതിനനുസരിച്ച് നമ്മുടെ റിസ്കിനനുസരിച്ചുള്ള പൊസിഷൻ സൈസിങ്, ഈ കാര്യങ്ങളും ഒരു മെഷീനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അതേപോലെ തന്നെ ഓർഡർ പഞ്ചിങ്, ബൈ ഓർഡർ ഇടാം, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, അതേപോലെ എക്സിറ്റ് അടിക്കാം. നമ്മുടെ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള സെൽ ഓർഡർ ഇടാം. ഇത്രയും കാര്യങ്ങളെല്ലാം മെഷീൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ല. നമുക്ക് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചുള്ള ഇത് തന്നെയായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അതുകൂടാതെ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളുണ്ട്, ആ മിസ്റ്റേക്സ് ഒഴിവാക്കി കിട്ടും. കൂടാതെ സ്പീഡും, മെഷീൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം ഇന്ന്. ആദ്യം തന്നെ എന്താണ് ആൽഗോ ട്രേഡിംഗ്? അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അനാലിസിസ് ചെയ്ത് ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് ട്രേഡ്സ് നടത്തുകയും ചെയ്യും. അത് ചെയ്യുന്നത് മെഷീൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ്. ഇതാണ് ആൽഗോ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം സ്പീഡ് ആൻഡ് ആക്യുറസിയാണ്. നല്ല സ്പീഡിൽ ചെയ്യും. മനുഷ്യൻ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഡർ പഞ്ചിങ്ങിനോ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ സ്പീഡിലായിരിക്കും മെഷീൻസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, നമ്മുടെ ഇമോഷൻസ് ഇതാവില്ല. നമുക്ക് അറിയാം, നമുക്ക് ട്രേഡിങ്ങിൽ എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്സാണ് ഇമോഷൻസ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ. അതായത് ഓവർ ട്രേഡിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇത് വെച്ച് ആൽഗോ ട്രേഡിങ്ങിൽ ചെയ്യുമ്പോൾ വരുന്നില്ല. either സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അതടിക്കുമ്പോൾ ട്രേഡ് എക്സിറ്റ് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇന്ത്യയിലെ ഹിസ്റ്ററി നോക്കാം. ഏപ്രിൽ 2008 സെബി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ആൽഗോ ട്രേഡിംഗ്. പക്ഷേ അടുത്ത കാലം വരെ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡേഴ്സിന് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് മാത്രമാണ് ഇത് ലഭിക്കാൻ തുടങ്ങിയത്. വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 70 മുതൽ 80% വരെ അമേരിക്കൻ മാർക്കറ്റും മറ്റ് ഡെവലപ്ഡ് മാർക്കറ്റ്സിലും ആൽഗോ ട്രേഡിംഗ് ഇങ്ങനെയാണ്. ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ അത്രയും പെർസെൻറ്റേജോളം ആൽഗോ ട്രേഡിങ്ങിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ്. പക്ഷേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 50% താഴെ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്രോത്തിന് വളരെയധികം ഇനിയും ചാൻസ് ഉണ്ടെന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി ആൽഗോ ട്രേഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 2 തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഒന്ന് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുമുണ്ട്. സെമി ഓട്ടോമേറ്റഡ് നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സെറോദ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സ്ട്രീക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് സെമി ഓട്ടോമേറ്റഡ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ചുള്ള സ്റ്റോക്സ് സ്ക്രീൻ ചെയ്ത് കിട്ടും, ഒരു നോട്ടിഫിക്കേഷനും കിട്ടും ബൈ ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ഒരു ബൈ ഓർഡർ ഇട്ടാലേ അത് എക്സിക്യൂട്ട് ആവും, അതേപോലെ സെല്ലായാലും. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല, പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അതായത് അനാലിസിസും മറ്റു കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കൊരു ബൈ ഇടാനുള്ള നോട്ടിഫിക്കേഷൻ തരും. അതുകൊണ്ടാണ് അതിനെ സെമി ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത്. ബാക്കി ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചെയ്യുന്ന മെഷീൻസ് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫുള്ളി ഓട്ടോമേറ്റഡ് എന്നറിയും. നമുക്കിപ്പോൾ എക്സാമ്പിൾ ട്രേഡ്ട്രോൺ അങ്ങനെയുള്ള ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ നമുക്ക് ITFലുള്ള ആൾക്കാരാണെന്ന് ആണെങ്കിൽ അറിയായിരിക്കും, നമ്മളിപ്പോൾ റിലീസ് ചെയ്ത എക്വിനോക്സ് എന്നുള്ള ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഓതറൈസ് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ഓതറൈസ് ചെയ്താൽ മതി. ഡെയിലി അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി ഡെയിലി ഓതറൈസ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതിലെന്താണെന്ന് നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് നോക്കാം. എങ്കിലും ഡെയിലി നമ്മൊന്ന് ഓതറൈസ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മെഷീൻസ് തന്നെ ചെയ്തോളും. ഇനി ആൽഗോ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഡാറ്റ ഫീഡ് വേണം, പിന്നെ ഒരു API വേണം, പിന്നെ ഒരു സ്ട്രാറ്റജി കോഡ് ചെയ്ത ഒരു
കോഡ് ചെയ്ത ഒരു സ്ട്രാറ്റജിയും കൂടി വേണം. ഓക്കെ, ഏറ്റവും ഒന്നാമത്തെ കാര്യം കോഡഡ് സ്ട്രാറ്റജി തന്നെയാണ്. നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് കോഡ് ചെയ്യണം. കോഡ് ചെയ്യാൻ നമ്മൾ പലതും ഉപയോഗിക്കാം. നമുക്ക് ട്രേഡിംഗ് വ്യൂവിലെ പൈൻ സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. ആമി ബ്രോക്കറിൽ ഉണ്ട്, കോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പൈത്തണിലും കോഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി നമ്മൾ കോഡ് ചെയ്തതെന്നുള്ള സിഗ്നൽസ് നമ്മൾ സെൻഡ് ചെയ്യണമല്ലോ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക്. അതിനിടയിൽ വരുന്നൊരു ഇതാണ് API എന്ന് പറയുന്നത്. നമുക്കും നമ്മുടെ കോഡ് ചെയ്തതെന്നും നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കുള്ള ആ ഒരു കണക്ഷൻ ലിങ്ക് പോലെ, അത്രയേ ഉള്ളൂ. അതാണ് API. അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടും നമ്മുടെ പ്രോഗ്രാമും തമ്മിൽ കണക്ട് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽസ് ബൈ ഓർഡർ ആണെങ്കിൽ സെൽ ഓർഡർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അതുകൂടാതെ ഇതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് റിലേറ്റഡ് ഡാറ്റ കാണാൻ വേണ്ടിയിട്ടും നമുക്ക് APIs ഉപയോഗിക്കാം. അതായത് നമ്മുടെ ബാലൻസ് കാര്യങ്ങൾ എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും API ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ APIയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ ബ്രോക്കേഴ്സിലും ഈ API ഫ്രീ അല്ല. ചില ബ്രോക്കേഴ്സിൽ ചെറിയൊരു മന്ത്ലി ചാർജസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സെറോദയിലേക്കെല്ലാമാണെങ്കിൽ 2000 പെർ മന്താണ് അവരുടെ ചാർജ്. അതേപോലെ ചില ബ്രോക്കേഴ്സിൽ ഫ്രീ ആയിട്ടാണ് ഈ API കൊടുക്കുന്നുള്ളത്. അതിനുള്ള ചില എക്സാമ്പിൾസാണ് ഫയേഴ്സ്, ഏഞ്ചൽ ബ്രോക്കിങ്, പിന്നെ ആലിസ് ബ്ലൂ. ഇവരെല്ലാം ഫ്രീ ആയിട്ടുള്ള API അവൈലബിൾ ആണ്. ഈ ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ മൂന്നിലും ഫ്രീ ആയിട്ടാണ് API കൊടുക്കുന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇതാണ് ഡാറ്റ ഫീഡ്. അതായത് ലൈവ് ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഡാറ്റ വെൻഡേഴ്സ് കുറേ എണ്ണം ഉണ്ട് ഇന്ത്യയിൽ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്ന് ഡാറ്റ നമുക്ക് ലൈവ് ഡാറ്റ വാങ്ങേണ്ടി വരും. ഈ ഡാറ്റ വെച്ചിട്ടാണ്, അതായത് ടിക്ക് ഡാറ്റ, നമ്മുടെ ആ ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് ഈ നമ്മുടെ പ്രോഗ്രാം അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൽഗോ ട്രേഡ് ചെയ്യാൻ പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ആൽഗോ ട്രേഡിംഗ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇമോഷൻലെസ് ട്രേഡിംഗ്. നമ്മുടെ ഇമോഷൻസ് അതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ കുറേ കൂടി ഡിസിപ്ലിൻഡായി, അതായത് ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. ഈ ഇമോഷൻസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. രണ്ടാമത്തേത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിന് അത് ഉപയോഗിക്കാം. മെഷീൻ ട്രേഡിങ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ കുറേ ട്രേഡ്സ് ചെയ്യുന്ന ചില ഇതുണ്ട്. അതിന് ഈ ആൽഗോ ട്രേഡിങ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കുറേ ഓപ്പൺ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല നമ്മളെ കൊണ്ട്. പക്ഷേ മെഷീൻസിന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എത്ര ഓപ്പൺ പൊസിഷൻ ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്തോളും. പിന്നെ നമുക്ക് ഇപ്പോൾ ആൽഗോ ട്രേഡിങ്ങിലേക്ക് സാധാരണ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ കോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിയുന്നത്ര ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും അതിൻ്റെ. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. ആ ഒരു സ്ട്രാറ്റജി ഇത്രയും കാലം നമുക്ക് ഉപയോഗിച്ചാൽ ഏകദേശം കിട്ടുന്ന റിട്ടേണിൻ്റെ കാര്യങ്ങളും എത്ര ഡ്രോ ഡൗൺ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതേപോലെ ഭാവിയിൽ നടക്കണമെന്നില്ല, പക്ഷേ എങ്കിലും ആ ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ അത് കോഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ ആൽഗോയിലേക്ക് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ചില ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളുണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചുള്ള എൻട്രീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. മെഷീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ എൻട്രി എടുത്തോളും. ആ ഒരു പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. അപ്പോൾ ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും മറ്റ് വീഡിയോസ് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.